എന്താണ് ചന്ദ്രഗ്രഹണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. 2025 എപ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് എന്നാണ് പലർക്കും ഉണ്ടായിരുന്ന സംശയം. ഇതാ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വ്യക്തമായ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സൂര്യപ്രകാശത്തിൽ നിന്നുമുള്ള ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിനാണ് ചന്ദ്രഗ്രഹണമെന്ന് പറയുന്നത്. സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുക. ഇത്തരം സന്ദർഭത്തിൽ ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലായിരിക്കും. ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിന്റെ ഇരുണ്ട കേന്ദ്രമായ അബ്രയിലൂടെയായിരിക്കും നീങ്ങുന്നത്. ഈ വർഷത്തെ ആദ്യത്തെ ചന്ദ്രഗ്രഹണം 2025 മാർച്ച് 14 നടക്കുക. ഈ ചന്ദ്രഗ്രഹണം 2022 നവംബറിന് ശേഷം സംഭവിക്കുന്ന ആദ്യത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണവും കൂടിയാണ്. 2025 മാർച്ച് 14 സംഭവിക്കുന്ന ചന്ദ്രഗ്രഹണം വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുകയും 6 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നതാണ്. ഈ ചന്ദ്രഗ്രഹണത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ചന്ദ്രഗ്രഹണത്തിൽ ബ്ലഡ് മൂൺ പ്രതിഭാസമായിരിക്കും സൃഷ്ടിക്കപ്പെടുക. എന്താണ് ബ്ലഡ് മൂൺ എന്നല്ലേ? ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ പൂർണ്ണമായി മൂടുന്നത് മൂലം ചന്ദ്രന് അതിശയകരമായ ഒരു ചുവപ്പ് നിറമായിരിക്കും അനുഭവപ്പെടുന്നത്. ഇതുമൂലമാണ് ബ്ലഡ് മൂൺ ദൃശ്യമാകുക. പൗർണമി ദിനങ്ങളിൽ ആയിരിക്കും ചന്ദ്രഗ്രഹണം നടക്കുക. ചന്ദ്രന് ഭൂമിയെ ചുറ്റാനും ഒരു പൂർണ്ണ ചന്ദ്രനിൽ നിന്ന് അടുത്ത പൂർണ്ണ ചന്ദ്രനിലേക്ക് ഒരു ചക്രം പൂർത്തിയാക്കാനും വെറും 29.5 ദിവസങ്ങൾ മാത്രമേ എടുക്കൂ. എന്നിരുന്നാലും ഒരു വർഷത്തിൽ ശരാശരി 3 ചന്ദ്രഗ്രഹണങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന ചന്ദ്രന്റെ ഭ്രമണപഥം പരന്നത് അല്ലാത്തതിനാലാണിത്. ഇത് ഏകദേശം 5 ഡിഗ്രി കോണിലാണ്. ഇതിനർത്ഥം ചന്ദ്രൻ പലപ്പോഴും ഭൂമിയുടെ നിഴലിന് മുകളിലോ താഴെയോ നീങ്ങുന്നു എന്നാണ്. 3 തരം ചന്ദ്രഗ്രഹണങ്ങളാണുള്ളത്: ഭാഗിക ചന്ദ്രഗ്രഹണങ്ങൾ, പൂർണ്ണ ചന്ദ്രഗ്രഹണങ്ങൾ, പെനംബ്രൽ ചന്ദ്രഗ്രഹണങ്ങൾ എന്നിവയാണ് ഇവ. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവ എങ്ങനെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇവ മാറി മാറി വരുന്നത്. ഭൂമിയുടെ നിഴൽ ചന്ദ്രന്റെ മുഴുവൻ ഉപരിതലത്തിലും വരുമ്പോഴാണ് ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ഭാഗിക ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമേ ഭൂമിയുടെ നിഴലിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഒരു പെനംബ്രൽ ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ നിഴലിന്റെ ഏറ്റവും ഭാരം കുറഞ്ഞ പുറംഭാഗം ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിക്കുന്നു. അതിനാൽ ഈ ചന്ദ്രഗ്രഹണം ഭൂമിയിൽ നിന്നും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഈ വർഷം മാർച്ച് 14 നടക്കുന്ന ചന്ദ്രഗ്രഹണം പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ്. എന്നാൽ ഇന്ത്യക്കാർക്ക് ഈ വർഷത്തെ ആദ്യത്തെ ചന്ദ്രഗ്രഹണമായ മാർച്ച് 14 ഗ്രഹണം കാണാൻ സാധിക്കില്ല. കാരണം ഇത് ഇന്ത്യയിൽ ദൃശ്യമാകില്ല. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. നമ്മുടെ രാജ്യത്ത് പകലായിരിക്കുന്ന സമയത്താണ് ഈ ഗ്രഹണം സംഭവിക്കുന്നത്. ഈ ഗ്രഹണം ഏറ്റവും കൂടുതൽ ദൃശ്യമാകുക വടക്കേ അമേരിക്കയിലായിരിക്കും. അതേസമയം തെക്കേ അമേരിക്കയിലും ഈ ചന്ദ്രഗ്രഹണം ദൃശ്യമാകുന്നതാണ്. കൂടാതെ യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയുടെയും ഏഷ്യയുടെയും ഏതാനും ചില പ്രദേശങ്ങളിലും ചന്ദ്രഗ്രഹണം ദൃശ്യമാകും. അതേസമയം 2025 ആദ്യ സൂര്യഗ്രഹണത്തിൽ സൂര്യന്റെ കുറച്ചു ഭാഗം മാത്രമേ ചന്ദ്രൻ മറയ്ക്കുകയുള്ളൂ. യൂറോപ്പിലും വടക്കേ ഏഷ്യയിലും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലും വടക്കേ അമേരിക്കയിലും ദക്ഷിണ അമേരിക്കയിൽ ഭാഗികമായും ഇത് ദൃശ്യമാകും. ഈ ഭാഗിക സൂര്യഗ്രഹണവും ഇന്ത്യയിൽ നിന്ന് ദൃശ്യമാവില്ല. 2025 രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണം 2025 സെപ്റ്റംബർ 7-8 തീയതികളിലാണ്. ഈ വർഷം ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകാശ വിസ്മയം ഇതായിരിക്കും. ഇന്ത്യക്ക് പുറമെ യൂറോപ്പിലും ഏഷ്യയിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും അമേരിക്കയുടെ ചില ഭാഗങ്ങളിലും ദൃശ്യമാകും. ഇന്ത്യക്കാർക്ക് മിസ് ചെയ്യാൻ കഴിയാത്ത ബഹിരാകാശ വിസ്മയമായിരിക്കും ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം.